ഉള്ളിലെ ആറാം തമ്പുരാനെ അടക്കി നിർത്തിയ അനുഭവങ്ങളുമായി ജർമ്മനിയിൽ നിന്ന് അലക്സി ജേക്കബ്. മഴത്തുള്ളിക്കാലം. ഞാൻ പ്രവർത്തിക്കുന്ന ഒരു യുവജന മുന്നേറ്റവുമായി ബന്ധപ്പെട്ട കോൺഫറൻസിൻ്റെ രജിസ്ട്രേഷൻ ഡെസ്കിൽ നിന്നാണ് വിളി വന്നത്. അലക്സി ജേക്കബാണോ സംസാരിക്കുന്നത്? അക്കോമഡേഷൻ വേണോ? ഫീസ് അടച്ചോ? ഉറപ്പായും വരില്ലേ? തുടരെ തുടരെ ചോദ്യങ്ങൾ. ഇടി കൊച്ചെ, നീ പറയുന്ന കോൺഫറൻസ് ആദ്യം നടത്തിയപ്പോൾ അതിൻ്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ആളാണ് ഈ ഞാൻ. പോരാത്തതിന് ഇപ്പോൾ നടക്കാൻ പോകുന്ന കോൺഫറൻസിൻ്റെ സംഘാടകൻ എന്നോടും കൂടി ചർച്ച ചെയ്താണ് കാര്യങ്ങൾ ചെയ്യുന്നത്. തുടങ്ങിയ ഡയലോഗ്സ് നാവിൻ്റെ അറ്റം വരെ വന്നെങ്കിലും തൽക്കാലം ഉള്ളിലെ ആറാം തമ്പുരാനെ അടക്കി നിർത്തി. പൊതുവെ അലക്സി ചേട്ട എന്ന വിളിയും ഒരു മിനിസ്ട്രിയുടെ ആദ്യ കോർഡിനേറ്റർ എന്ന നിലയിലുള്ള സ്നേഹവും ബഹുമാനവും ലഭിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൊച്ചിൻ്റെ ഇത്തരം ചോദ്യങ്ങൾ. പിന്നെ എന്തോ ഒരു കൗതുകത്തിന് വിനയപൂർവ്വം ഉത്തരങ്ങൾ നൽകി ആ ഫോൺ കോൾ അവസാനിപ്പിച്ചു. പിന്നീട് ആലോചിച്ചപ്പോൾ അന്നങ്ങനെ സംഭവിച്ച് നന്നായെന്ന് തോന്നി. അതിന് കാരണം ഇതിനിടയിൽ ഞാൻ ജോലി സംബന്ധമായി മറ്റൊരു രാജ്യത്ത് ചെന്നപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞ സംഭവമാണ്. ഫ്ലാഷ് ബാക്കിനകത്തൊരു ഫ്ലാഷ് ബാക്ക്. കൂട്ടുകാരൻ ഇന്ത്യയിലായിരുന്നപ്പോൾ തുടങ്ങിവെച്ചൊരു സംരംഭമുണ്ട്. അതിൻ്റെ നടത്തിപ്പിനും കൂടിയാലോചനകൾക്കും ജോലിയോടൊപ്പം ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ച് സമയം ചെലവഴിച്ചിട്ടുണ്ട്. പിന്നീട് ആ സംരംഭം പുതിയ പേരിൽ കൂടുതൽ പങ്കാളിത്തത്തോടെ ആഗോളതലത്തിൽ ആരംഭിച്ചു. പുതിയ രാജ്യത്ത് വന്നപ്പോൾ ഈ പരിപാടിയുടെ ലഘുലേഖ വിതരണം ചെയ്യാൻ അവിടെയുള്ളവർ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചു. വിളിച്ചവർക്ക് അറിയില്ലായിരുന്നു അദ്ദേഹമാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചതെന്നും കൂട്ടുകാരനാകട്ടെ അതവരോട് പറഞ്ഞതുമില്ല. നല്ല തണുപ്പ് കാലത്ത് ഒരു സ്ഥാപകന്റെ ഭാവങ്ങളേതുമില്ലാതെ തികച്ചും സഹായിയുടെ റോളിൽ ആളുകൾക്ക് ലഘുലേഖ വിതരണം ചെയ്തപ്പോൾ താൻ അനുഭവിച്ച ആനന്ദത്തെക്കുറിച്ച് സുഹൃത്ത് വാചാലനായി. അങ്ങനെ ഇരിക്കെ ജോലിയുടെ ഭാഗമായി വീണ്ടും മറ്റൊരു രാജ്യത്ത് വന്നപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന യുവജന മുന്നേറ്റത്തിൻ്റെ സമ്മേളനത്തിൽ ഒരവധി ദിനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഞാൻ നാട്ടിൽ വലിയ സംഭവമായിരുന്നു എന്ന മട്ടിൽ ആ രാജ്യത്തെ കോർഡിനേറ്റർ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ അത് കേട്ടുനിന്ന ഒരു ചേട്ടൻ താനൊരു സംഭവം തന്നെ എന്ന മട്ടിൽ എന്നെ നോക്കി. ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ ഒരു മറുനോട്ടം ഞാനും കൊടുത്തു. പിന്നീട് ആ ചേട്ടനെ പറ്റി കോർഡിനേറ്റർ പറഞ്ഞപ്പോഴാണ് കക്ഷി പ്രസ്ഥാനത്തിൻ്റെ അന്തർദേശീയ തലത്തിൽ സുപ്രധാന ഉത്തരവാദിത്തം വഹിച്ച ആളാണെന്ന് മനസ്സിലായത്. ആ സമയത്ത് ആരെങ്കിലും ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമായിരുന്നുവെന്നും അതുകൊണ്ട് താനത് നിർവഹിച്ചു എന്ന് പറഞ്ഞ് ചേട്ടൻ അതിനെ നിസ്സാരവൽക്കരിക്കുകയും മറ്റു വിഷയത്തിലേക്ക് സംസാരം മാറ്റുകയും ചെയ്തു. പൊതുവെ അധികാരങ്ങൾ ഒരിക്കൽ ലഭിച്ചാൽ പിന്നെ മറ്റുള്ളവർക്ക് കൈമാറാൻ വിമുഖത കാണിക്കുന്ന കാലമാണിത്. ചിലപ്പോൾ തനിക്ക് ശേഷം വരുന്നവർ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുമോ എന്ന ആശങ്കയും കാരണമാകാം. എന്നാൽ തങ്ങളുടെ നിലകൾ വിട്ട് എളിയ തലത്തിലേക്ക് കടന്നു വരാൻ എൻ്റെ കൂട്ടുകാരനും പരിചയപ്പെട്ട ചേട്ടനും കാണിച്ച മനോഭാവം എന്നെ വല്ലാതെ സ്പർശിച്ചു. കരുത്തും കഴിവുമുള്ളവർ മറ്റുള്ളവർക്കായി വഴിമാറിയപ്പോൾ കൂടുതൽ മനോഹരമായി മാറിയതും കണ്ടിട്ടുണ്ട്. തൻ്റെ പൂർണ്ണ അധികാരത്തിൽ നിന്ന് പിന്മാറാൻ ബെനഡിക്റ്റ് മാർപ്പാപ്പ തീരുമാനിച്ചപ്പോൾ ജനഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ടിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ ലഭിച്ചു. ഇനിയുമുണ്ട് പിന്മാറിയവർ. സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ദ്രപ്രസ്ഥം വിട്ടിറങ്ങിയ ഗാന്ധിജി മുതൽ തൻ്റെ താക്കോൽക്കൂട്ടവും മറ്റും മരുമകളെ ഏൽപ്പിച്ച് പിൻവലിഞ്ഞ എനിക്കറിയാവുന്ന ഒരു വലിയമ്മച്ചി വരെ ചില ഉദാഹരണങ്ങളാണ്. അധികാരങ്ങളിൽ നിന്നും ഓടിയകലാനല്ല പറയുന്നത്, മറിച്ച് ഓരോന്നിനും നിഷ്കർഷിച്ചിട്ടുള്ള മഴത്തുള്ളിക്കാലം കഴിയുമ്പോഴുള്ള പിന്മാറ്റമാണ് ഉദ്ദേശിച്ചത്. മഴത്തുള്ളി എപ്പോഴും സ്ഥായിയായ അവസ്ഥയല്ല, മറിച്ച് അത് ഭൂമിയിൽ നിപതിക്കുമ്പോഴോ സൂര്യതാപം ഏൽക്കുമ്പോഴോ അലിഞ്ഞില്ലാതാകുന്നു. എന്നാൽ ഓരോ മഴത്തുള്ളിക്കാലം വ്യത്യസ്തമാകാം. അധികാരങ്ങളെ ദൈവീകമായി കണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നിർവഹിക്കുമ്പോൾ അത് വളരെ മനോഹരമായി തീരുന്നു. അതുപോലെ പ്രധാനപ്പെട്ടതാണ് ദൈവം നിഷ്കർഷിക്കുന്ന സമയത്ത് അത് കൈമാറുക എന്നതും. കുടുംബത്തിലും ജോലിസ്ഥലത്തും നമ്മൾ വ്യാപരിക്കുന്ന മറ്റു മേഖലകളിലും ചെറുതും വലുതുമായി പലതരത്തിലുള്ള അധികാരം ലഭിക്കാറുണ്ട്. വച്ചിരിക്കുന്ന അധികാരങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിയാനും അതിൻ്റെ മഴത്തുള്ളിക്കാലം കഴിയുമ്പോൾ കൈമാറുവാനും ഞങ്ങളെ അനുഗ്രഹിച്ചാലും.